ഹലോ മച്ചന്മാരെ, നമ്മളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മുടെ ഇലവിഴ പൂഞ്ചിറക്ക് പോകുന്ന റോഡിലാണ്. അതായത് ഈ കാണുന്ന റോഡാണ് ഇലവിഴ പൂഞ്ചിറക്കുള്ളത്. വെറും 8 മിനിറ്റ് കൂടെ ഉള്ളൂ നമ്മളിന്ന് ചെല്ലാനായിട്ട്. നമുക്ക് രാവിലത്തെ ഒരു വൈബ് എടുത്തേക്കാം മച്ചന്മാരെ, ഇങ്ങനെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇലവിഴ പൂഞ്ചിറ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവിടെ എന്തുണ്ട് വൈബ്, അവിടുത്തെ വൈബും കാര്യങ്ങളെല്ലാം ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാൻ മച്ചന്മാരെ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇലവിഴ പൂഞ്ചിറ റോഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് ഇറങ്ങി മച്ചന്മാരെ. ഏതായാലും നമ്മൾ രാവിലെ ഒരു സ്ഥലത്ത് പോയി കണ്ടേക്കാം. ഒരു മോർണിംഗ് വൈബാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാര്യം ഇപ്പൊ മോർണിംഗ് വൈബ് ഇട്ടിട്ട് ഒരുപാട് കാലമാവുന്നു, ഏകദേശം മാസങ്ങളാവുന്നു രാവിലെ ഒരു ട്രിപ്പ് പോയിട്ട്. അപ്പൊ ഒന്നും ആലോചിച്ചില്ല, നേരെ പൈറോയി എടുത്തു. നേരെ രാത്രി കുറച്ചൊന്നായി പ്ലാൻ ചെയ്യുന്നു, ഏതായാലും പോയേക്കാന്ന് ആലോചിച്ച് ഏതായാലും നമ്മൾ പോവാണ്. അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോ അങ്ങനെ സിംഗിൾ റൈഡ് ഒന്നും അങ്ങനെ പോവാറില്ല. എന്റെ എപ്പോഴെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ കാലാവസ്ഥ എന്താ സംഭവിച്ചത്, ഫ്രണ്ട്സ് ആരും വിളിച്ചിട്ട് എടുത്തില്ല. രാവിലെ വരാന്ന് പറഞ്ഞവർ ആരും വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഏതായാലും എനിക്ക് പോകണമെന്നൊരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഇന്ന് നടന്നില്ലെങ്കിൽ നടക്കില്ല എന്നൊരു തോന്നല്. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇറങ്ങിയേക്കാന്ന് ആലോചിച്ച് ഇറങ്ങിയതാണ്. നല്ല വഴിയും കാര്യങ്ങളൊക്കെയാണ്. ഈ വഴിയാണോ ആ ഡ്രോൺ ഷോട്ടിലൊക്കെ കാണിക്കുന്ന വഴി എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ലൊരു വൈബ് രാവിലെ തന്നെ ഉണ്ട്. പട്ടി നോക്കിട്ട് വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഏതായാലും പെട്ടെന്ന് തന്നെ ചെല്ലുന്ന എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ ഉദ്ദേശിച്ച് മറ്റേ ഇലവിഴ പൂഞ്ചിറ എന്റെ മാപ്പ് ഉദ്ദേശിച്ചേക്കണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ആള് പറഞ്ഞത് ഇത് തന്നെയാണ് വഴി എന്നാണ് പറഞ്ഞത്. മേളിലൊക്കെ നോക്കി നല്ലൊരു എന്താ പറയാ ഒരു എന്താ പറയാ ഒരു പ്രത്യേക വൈബ് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്കും അത് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം മോർണിംഗ് റൈഡൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ടാകും. ഉറക്കത്തിന്റെ അല്ലാതെ സിറ്റുവേഷന്റെ ഒക്കെ കാര്യം കൊണ്ടായിരിക്കും എല്ലാവരും പോവാത്തത്. അപ്പൊ ഏതായാലും നമുക്ക് ഒരുമിച്ച്, അതായത് എന്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. ഈ പോകുന്ന വഴി വളരെ മനോഹരമായിട്ടൊരു വഴി കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനിയിപ്പോ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പണ്ട് ഈ വഴിയൊക്കെ വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ പൊന്നു ഗൈസ്, എന്നെ രസമാണ് നോക്കിയപ്പോ. അയ്യോ, എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ആവേശവും വല്ലാത്തൊരു മൂഡ്, എനിക്ക് വല്ലാത്തൊരു മൂഡായിട്ടോ ഗൈസ് സത്യം പറഞ്ഞ. എന്താന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നര വൈബാട്ടോ, കിടിലൻ വൈബില്. ചുറ്റും മലകള്, ഈ റോഡ് കിടിലൻ, കുത്തനെയുള്ള മലതേ ചെറിയ വൈബ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എന്തൊക്കെയാ ഇവിടെ കാണുന്നതെന്നുള്ളത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്തൊക്കെ ഇവിടെ ഉള്ളതെന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം ഞാൻ വളരെ എന്താ പറയാ, വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഹാപ്പിനെസ് കയറി വരികയാണ്. സത്യം പറഞ്ഞ ട്രാവലിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് വെച്ചാൽ അതിന്റെ അളവ് ഭയങ്കര ഹൈ ആണ്. പക്ഷെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഏതായാലും നമുക്ക് മേളിലോട്ട് പോയി നോക്കാം. അതിനൊരു 6 മിനിറ്റ് കൂടെ പറയുന്നുണ്ട്. അപ്പൊ അവര് ഉദ്ദേശിച്ച ഇത് മാറിപ്പോയിട്ടുണ്ട് ചെറുതായിട്ട്, പക്ഷെ ഇതല്ല അതെന്ന് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് മേളിലില്ലാന്ന് അവര് പറയുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഏതായാലും നമുക്ക് മാപ്പ് കാണിച്ചെടുത്ത് വരെ ലാസ്റ്റ് പോയി നോക്കാം. എന്നിട്ട് അവിടെ നിന്നുള്ള സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടി, അതായത് ലൊക്കേഷൻ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി പിടിക്കാം. കാര്യം എന്ന് വെച്ചാൽ സമയം 6:10 ആവുന്നുണ്ട്. മുച്ചടവി ഇതുപോലത്തെ ഒരു വൈബ് സത്യം പറഞ്ഞ് എഴുന്നേക്കുന്ന 10:30 സമയത്താണ് ഇപ്പൊ രാവിലെ എഴുന്നേക്കുന്നത്. അത്ര ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എഴുന്നേറ്റ് വന്നതിന്റെ ഒരു വൈബ്, റോട്ടിൽ പട്ടി ഒരു വൈബ് നല്ല രീതിക്കുണ്ട്. ഇലവിഴ പൂഞ്ചിറ അവിടെ എഴുതി വെച്ചത് കേട്ടോ. എനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് കൊതിയാവുന്നു. എനിക്ക് അത്രത്തോളം എന്റെ പൊന്നാരെ സ്വർഗത്തിലാണോ എനിക്ക് അറിയാൻ മേല. എന്തോ രസമാണ് ഇത്. എവിടെ പൂഞ്ചിറ എവിടെയാന്ന് എനിക്ക് തോന്നുന്നത്. അത് തന്നെ ഇലവിഴ പൂഞ്ചിറ, അത് തന്നെ. പക്ഷെ എന്റെ പൊന്നാവി എന്നെ വൈബാണ്. അയ്യോ, സത്യം പറഞ്ഞ ഇത് ഒരു ഭയങ്കര സ്വർഗമാട്ടോ. ഇത് ഒരു ഒടുക്കത്തെ സ്വർഗമാട്ടോ. ഭയങ്കര ഒരു എനിക്കറിയാൻ മേല ഇത് പറയാനായിട്ട്. എന്റെ അമ്മോ, ഇവിടെ നോക്കിയേ കേട്ടോ ഇവിടെ പൂഞ്ചിറയുടെ മറ്റേ സാധനം. അവിടെ നോക്കാം, നമുക്ക് റോഡൊക്കെ കാണാൻ പറ്റും. ഇവിടെ നോക്കിയേ നീല, പിന്നെ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതിന്റെ ഒരു വേറെ വൈബ്. ആ നീലക്കൂടെ എങ്ങനെ, പിന്നെ ഒരു ചെറിയൊരു അമ്പിളിമാമനെ അവിടെ കാണാൻ കേട്ടോ. ഇത് ഞാൻ മിസ് ചെയ്യരുത്, ഞാൻ നേരത്തെ വരേണ്ടതായിരുന്നു. കാരണം ഈ റോഡിന്റെ ഒരു വൈബ് നമുക്ക് വല്ലാതെ ക്ലിയർ ആവുന്നുണ്ട്. കാരണം ഈ റോഡിൽ നിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് മുറ്റായിട്ട് എനിക്ക് ശരിക്കും അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. എന്റെ പൊന്നേ, നമ്മളെത്തി ഗായ്സ്, നമ്മളെത്തി. ഓ എന്റെ പൊന്നടാ, ഈ സത്യത്തിൽ ഈ ഒരു വാഗമണിൽ പോയിട്ട് പോലും എനിക്ക് ഇത്ര ഒരു വൈബ് കിട്ടിയില്ല കേട്ടോ. സത്യം പറഞ്ഞ അത്രയ്ക്ക് ക്ലിയർ വൈബ്. ഇവിടെ ഒരു ഓഫ് റോഡ് വഴി കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ പൊന്നടാ, ഇത് എന്നടാ സ്വർഗമാകണത്. ഓ എന്റെ പൊന്ന്, എന്റെ പൊന്ന് കൈ, നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ ചെല്ലാം. എന്നിട്ട് നമുക്ക് മേളിലോട്ട് കയറി പോവാട്ടോ. എന്നാ രസമാണല്ലേ ഇത്. ഇത് നോക്കി മഞ്ഞിങ്ങനെ അടിച്ച് മേളിൽ കൂടെ ഇറക്കോട്ടെ. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്.
അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ മേത്തേക്ക് അടിക്കുന്നുണ്ട്. നമ്മളൊരു ഒരു എന്താ പറയാ, മറ്റു സ്ഥലത്തിന്റെ പേരായിരുന്നു മുട്ടൊക്കെ കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് നല്ല തണുപ്പ് അടിക്കുന്നുണ്ടായിരുന്നു. അയ്യോ, ഇതുപോലെ ഒന്നൊന്നര വൈബ് തന്നെ കേട്ടോ ഈ സ്ഥലം. ഇത് ഓരോരുത്തർ നടന്നു കയറി പോകുന്നുണ്ട്. എവിടെ എങ്ങാണ്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും, അതായത് ഇതേ ഭാഗത്ത് എങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും അവിടം വരെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് ഏതായാലും പോകുന്നവരെ അപ്പുറം വരെ നമുക്ക് പൈറോയിട്ട് പോവാം. അല്ലാത്ത നമുക്ക് വയ്യ നടന്നു കയറാട്ടോ. ഒരു 10-20 മിനിറ്റ് നടക്കലുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ അത്ര ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് കയറിപ്പോയി നോക്കാം. വേറെ രണ്ട് ടീംസ് കയറി പോകുന്നുണ്ട്. ഇതൊരു ഒന്നൊന്നര വൈബ് തന്നെ, ഇത് കനത്ത വൈബ് തന്നെ. അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. നമുക്ക് ഒന്ന് ഹാൻഡിലേക്ക് അടിച്ചിട്ട് കയറിപ്പോകാം. അല്ലെങ്കിൽ മാരകട്ടോ, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് വൈബുണ്ട്. ഞാൻ കുറച്ച് ദിവസം കൂടി ട്രിപ്പ് പോകുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒരു വൈബ് കിട്ടുന്നത് എനിക്ക് അറിയത്തില്ല കേട്ടോ മച്ചാന്മാരെ. പൈറോ ഏതായാലും ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി മേളിലേക്ക് നടന്നു വേണം കയറി പോകാനായിട്ട്. കിട്ടില്ല വൈബ്, കിട്ടില്ല. ഇനി നമുക്ക് മേളിലേക്ക് വരുമ്പോൾ വേറെ സൂര്യോദയം കാണുന്നുണ്ട്. മേളിൽ കയറി ചെന്നിട്ട് പൊളിച്ച് ഏതായാലും കുറച്ച് വീഡിയോസ് ഇവിടെ എടുത്തിട്ട് നമുക്ക് മേളിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിട്ട് മോർണിംഗിൽ നടന്ന് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഒരുമാതിരി കല്ലിട്ട് മൊത്തം നശിപ്പിച്ച് വെച്ചേക്കോട്ടെ. കാര്യം എന്താ വെച്ചാൽ ഓഫ് റോഡിന് വേണ്ടിയിട്ട് ജീപ്പുകൾ കയറി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഹെൽമെറ്റുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സിംഗിൾ റൈഡാണ് നമ്മൾ വന്നത്. അപ്പോൾ പൂജയുടെ മേളിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. തന്നെ വരുമ്പോൾ ഒരു എന്താ പറയുക, ആരും മിണ്ടി പറയാനില്ല തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ സിംഗിൾ റൈഡ് അടിക്കുന്നതിനെ പറ്റി എനിക്ക് വലിയൊരു താല്പര്യമില്ല കേട്ടോ. കാര്യം ചിലർക്കൊക്കെ സിംഗിൾ പോകുന്നതുകൊണ്ട് നല്ല താല്പര്യമാണ്. പക്ഷേ എനിക്ക് സിംഗിൾ റൈഡിനോട് വലിയ താല്പര്യമില്ല. കാരണം എനിക്ക് മിണ്ടി പറയാനൊക്കെ ആരിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ മിണ്ടി പറയാൻ കയറിപ്പോകാം. സത്യം പറഞ്ഞാൽ അത് നടക്കത്തുള്ളൂ ഗൈസ്. അപ്പോൾ ഏതായാലും നോക്കിക്കേ, സൂര്യൻ ഉദിച്ചങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേളിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും മിക്കവാറും സൂര്യൻ ഉദിച്ച് സെറ്റ് ചെയ്യുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഇത് കണ്ടോ, അത് എവിടെ നിന്ന് ഇങ്ങനെ എവിടുന്നാണ് സൂര്യൻ ഉദിക്കുന്നത് എനിക്കറിയത്തില്ല. ഇത് എവിടെ നിന്നാണെന്ന് തോന്നുന്നു. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിട്ട് ഇത്തിരി സൂര്യപ്രകാശം കയറി വരുന്നത് തോന്നുന്നത്. ഇത് എവിടെയൊക്കെ മഞ്ഞാട്ടോ മച്ചന്മാരെ, അതേ കാണുന്നതൊക്കെ കിടിലം മഞ്ഞാണ്. പിന്നെ താഴെയായിട്ട് എന്തോ ഒരു കൂര താഴെ കാണുന്നുണ്ട്. അത് എന്തിൻ്റെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വഴിയുണ്ടോ ഇതുപോലെ ഇങ്ങനെ ഓഫ് റോഡായിട്ടിട്ടേക്കാണ്. കാരണം ഇപ്പോൾ ഇവിടുത്തെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ ജീപ്പിന് പോകട്ടോ മേളിലോട്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മേളിലേക്ക് നമുക്ക് ജീപ്പിന് പോകാം. ഒരാൾക്ക് 500 രൂപ കണ്ടോട്ടോ മേടിക്കുന്ന. കാര്യം എന്താണെന്ന് വെച്ചാൽ താഴെ നമ്മൾ വണ്ടി നിർത്തിയില്ല, ജീപ്പ് കണ്ടില്ലായിരുന്നോ, അവിടുന്ന് വണ്ടി എടുത്തിട്ട് മേളിൽ കൊണ്ടായിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അവിടെ എല്ലാം ചുറ്റി കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. പിന്നെ ഇലവിഴ പൂഞ്ചിറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു സമുദ്രനിരപ്പിൽ നിന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടില്ലേ, അവിടെ നിന്ന് 3000 അടി മുകളിലാണ്. കാര്യം വെച്ചാൽ എന്തോരം മുകളിലാണെന്ന് ആലോചിക്കും, എന്തോരം ഒരു പൊക്കത്തിലാണെന്ന് ആലോചിക്കേ. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾ ടവർ പോലത്തെ ഒരു സാധനം കാണുന്നുണ്ടാവും. ഈ സാധനം എന്താണെന്നുള്ളത് നമ്മുടെ ഈ ഇടിമിന്നലിൻ്റെയൊക്കെ ഏതാണ്ട് ഒത്തിരി ഇടിമിന്നൽ കിട്ടാതിരിക്കാനോ അങ്ങനെ അങ്ങോട്ടൊക്കെ ഉള്ളതാണ്. ഒരു ഇടിമിന്നലിനുള്ള സംവിധാനമാണ് ഇവിടെ. ഇടിമിന്നലിൻ്റെ കേസ് കെട്ടും, ഭയങ്കരമായിട്ട് ഇടി വെട്ടുന്നൊരു സ്ഥലവും, ഇടി വെട്ടിയിട്ട് പ്രശ്നങ്ങളുണ്ടാകുന്നൊരു സ്ഥലമാണ് ഇത് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം. ഇപ്പോൾ ഇടിവെട്ട മഴയൊന്നുമില്ല, വേറെ വിഷയമൊന്നുമില്ല. ഇത് എങ്ങോട്ടൊക്കെ നോക്കി എന്നെ രസമാണ് കാണാനായിട്ട്. നോക്കിയതേ ഇതേ സ്പോട്ടൊക്കെ ഉണ്ടോ, അതിനൊക്കെ ഒരു പ്രത്യേകതരം വൈബുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുല്ലെല്ലാം കത്തിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് കിളുത്ത് വരുന്നുള്ളൂ, പച്ച പുല്ലെല്ലാം കിളുത്ത് വരുന്നുള്ളൂ. ഓ, ഇടുന്ന വൈബ് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞ് പ്രതീക്ഷിച്ചു, പക്ഷെ മഞ്ഞില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ വെയിൽ കയറി വരുന്നുണ്ട്. കാരണം ഇപ്പോൾ മഴയും ഇല്ലല്ലോ, നല്ല ചൂടല്ലേ. ഓ, നടക്കുന്നത് കൊണ്ട് ചെറിയൊരു മടുപ്പുണ്ട് ഗൈസ്. പക്ഷേ പരിപാടിയെല്ലാം ഓക്കെയാണ്. അച്ചാമാരെ അദ്ദേഹത്തെ ഇങ്ങോട്ട് നോക്കി, സൂര്യൻ ഉദിച്ച് വരുന്നു. താഴെ മഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ താഴത്തോട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കി, എന്നാ വൈബടാവേ. അത് ഏത് സ്ഥലത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ കിടക്കുന്നു സ്ഥലം, ഒരു പ്രത്യേക സ്ഥലം. കാരണം ഈ ഇടയ്ക്ക് കാട് തീ പിടിച്ചിട്ട് പിന്നെ പച്ചപ്പ് കയറി കിളുത്ത് വരുന്നുള്ളൂ. അതിൻ്റെ ഒരു പ്രത്യേക വൈബുണ്ട് കേട്ടോ. ഒത്തിരി നാളെ സത്യം പറഞ്ഞാൽ ഇത്ര നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഞാൻ പോയിട്ട്. താഴെ നല്ലൊരു വെള്ളം ഇങ്ങനെ കിടക്കുന്ന പോലെ, നമുക്കിങ്ങനെ അതായത് വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയേക്കുന്ന പോലെ. വെള്ളത്തെ ഏത് ഭാഗങ്ങളാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വെറുതെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. സൂര്യൻ ഉദിച്ച് വരുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് മേളിൽ കയറാം. മറ്റേ ആ ബോക്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന അങ്ങോട്ട് പോയാൽ ആ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ, പോലീസ് സ്റ്റേഷൻ പോലത്തെ ആ സാധനം, ആകുമ്പോൾ അങ്ങോട്ട് നമുക്ക് പെട്ടെന്ന് പോകട്ടെ ഗൈസ്.
അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ട് വന്ന നമ്മുടെ ഇലവിഴ പൂഞ്ചിറയുടെ ടോപ്പ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഗൈസ്. സിനിമയ്ക്കകത്ത് കണ്ട അതേ ഭാഗങ്ങളൊക്കെ ഇതേ സാധനമാണ് സിനിമയ്ക്കകത്ത് കണ്ടത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കാറ്റാടി പോലത്തെ ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. മൊത്തത്തിൽ ഒരു രസം തന്നെ. കുറേ കുപ്പികളും കാര്യങ്ങളൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട്. കാരണം ഗസ്റ്റ് വരുന്നതിൻ്റെ കുപ്പികളും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു ഗൈസ്. പിന്നെ അതേ ഭാഗത്തായിട്ട് കുറേ പേര് പോയി ഇരിപ്പുണ്ട്. അതേ മൂലൊക്കെ ആയിട്ട് അവിടെ നല്ലൊരു ഫോട്ടോ പോയിൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു കിടിലൻ ഫോട്ടോ പോയിൻ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇടിവെട്ട് സാധനം കൊള്ളാമല്ലേ, നൈസായിട്ടുണ്ട്. ഏതായാലും ഫുൾ ഓൾമോസ്റ്റ് താഴെ തൊട്ട് മേള് വരെ നല്ലൊരു കിടിലൻ വൈബ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് എവിടെയൊക്കെ പോയിരിക്കണമെങ്കിൽ പോയിരിക്കാം കേട്ടോ. കൊള്ളാം. ഏതായാലും വെള്ളം പോലും മേടിച്ചിട്ടില്ല, എന്നാലും സംഭവം കൊള്ളാം. നിങ്ങൾ ഏതായാലും ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടിട്ട് വന്നേ ഗൈസ്. ഞാൻ നമ്മുടെ സംവിധാനം അവിടെ കേട്ടോ, മറ്റേ ആ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ആണെങ്കിൽ മറ്റേ ജനറേറ്റർ സ്റ്റേഷനാണ് ഈ കുഞ്ഞിത് കാണുന്നത്. മറ്റേ ഡീസൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പണ്ടത്തെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നേ കേട്ടോ ഗൈസ് ഇവിടെ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മഞ്ഞ് പാറി 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 രാവിലെ സൂര്യൻ വരുന്നതിനനുസരിച്ച് മഞ്ഞ് ഓടി 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 പോകുന്നുണ്ട് കേട്ടോ. ഇത് കൂടെ നോക്കി നമുക്ക് കാണാൻ പറ്റും. സൂര്യൻ ഇങ്ങനെ മഞ്ഞിനെ തുളച്ചിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല വെയിലാവും. വെയിലായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, ഇപ്പോഴത്തെ വെയിലിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ. ഭയങ്കര പാടാണ് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. സോ ഏതായാലും രാവിലെ വരുന്നവരാണെങ്കിൽ രാവിലെ വരിക, അല്ലെ വൈകുന്നേരം വരിക. അതായിരിക്കും ഒരു ഓപ്ഷനായിട്ടുള്ളത്. ഇത് പിന്നെ കൃത്രിമമായിട്ടുണ്ടാക്കിയൊരു പാറയായിരുന്നു തോന്നുന്നു. അത് കണ്ട് തുളച്ച് വെച്ചിരുന്നു. അതിൻ്റെ ഉള്ളിൽ കുപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നാ രസമാണല്ലോ രാവിലെ. മഞ്ഞൊന്നും ഇതിനകത്തൊന്നും ഇതുണ്ടോ, മഞ്ഞൊന്നും പോയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതിനകത്തുനിന്ന്. കൊള്ളാം. അങ്ങനെ പൊളിച്ചു ഈ ട്രിപ്പിലെ. നല്ല വൈബായിട്ട് നമ്മളിവിടെ വന്നു സംഭവങ്ങളെല്ലാം അറ്റൻഡ് ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ടല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സാധനം. ഏതായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം നല്ല വൈബുണ്ട് മച്ചന്മാരെ. ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യം നടന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകതര സന്തോഷം ഉണ്ടാവും. അത് മറ്റൊന്നും പൈസ കൊടുത്താലൊന്നും കിട്ടില്ല. അതിപ്പോൾ എങ്ങനെ കിട്ടിയൊരു സന്തോഷമാണ് മച്ചന്മാരെ നമ്മുടെ ഇലവിഴ പൂഞ്ചിറ വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇലവിഴ പൂഞ്ചിറയൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇലവിഴ പൂഞ്ചിറ തന്നെയല്ല, ഇത് സത്യം പറഞ്ഞാൽ ആരെയും മോട്ടിവേറ്റ് ചെയ്യുന്നതിന് താല്പര്യമില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെന്തെങ്കിലും പ്രോബ്ലത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ട്രാവൽ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫുൾ പെയിനും ഫുൾ റിലീഫാണ് സത്യം പറഞ്ഞാൽ. കാര്യം പറഞ്ഞാൽ നമ്മൾ മനുഷ്യരായിരിക്കുമ്പോൾ നമുക്ക് ഓരോരോ പ്രോബ്ലംസ് വരും ലൈഫിൽ. അപ്പോൾ നമ്മളങ്ങനെ പ്രോബ്ലംസ് വരുമ്പോൾ തളരാതെ അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ട്രാവൽ അടിച്ച് നോക്കി നിങ്ങൾ വെച്ചവരെ. സത്യത്തിൽ പകുതി ട്രിപ്പന്മാരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റിലാക്സേഷൻ. അതാണ് സത്യം പറഞ്ഞ ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ട്രാവലിനും കൊണ്ട് പകുതി ട്രിപ്പന്മാർ ഉദ്ദേശിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു റിലാക്സേഷൻ. അങ്ങനെ റിലാക്സേഷൻ കിട്ടുന്ന ഒരു പരിപാടി, നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു പരിപാടി നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സന്തോഷം കൂടത്തല്ലേ ഉള്ളൂ, ഒരിക്കലും കുറയത്തില്ല. അത് തന്നെയാണ് ട്രിപ്പ് പോകുന്ന ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് കാര്യം. എന്ന് വെച്ചാൽ ഹാപ്പിനെസ്. നമ്മുടെ മറ്റേ പോലീസ് വയർലെസ് സ്റ്റേഷൻ്റെ അടുത്തുണ്ട്. നമ്മൾ മൊത്തം തുരുമ്പെടുത്തത് അവിടെ കൂടി തരിപ്പണായിട്ട് കിടക്കുവാണ്. ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവാനില്ല. കാര്യം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെയാണ് എപ്പോഴും കിടക്കുന്നത്. നമ്മൾ ഏതൊക്കെ വീഡിയോ എടുത്ത് നോക്കിയാലും ആ സിനിമ എടുത്ത് നോക്കിയാലും അതിനകത്ത് കിടക്കുന്നതല്ല ഇതുപോലെയാണ്. പിന്നെ ഏകദേശം അകത്തേക്ക് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടോ. ഇതാണ് അകത്തത്തെ അവസ്ഥ. മഞ്ഞ് ഇത് എവിടെ നിന്ന് ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കട്ടോ. പിന്നെ കാരണം അതൊരു പ്രത്യേക വൈബുണ്ട്. രാവിലെ തന്നെ മഞ്ഞെല്ലാം സൂര്യനടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പൊളിയായിട്ടുണ്ടല്ലേ. ഇതെവിടെ മഞ്ഞ് മൂടും കേട്ടോ. പിന്നെ ഇതേ ഭാഗത്തേക്ക് മഞ്ഞ് പിന്നെ മൂടുകയാണ്. അവരുടെ കൂടെയുള്ള ടീംസാണെന്ന് തോന്നുന്നത് ഈ പുറകെ വന്നേക്കുന്നത് കേട്ടോ. അവരുടെ ഫോട്ടോ എടുക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ മേളിലൊരു വൈബ് കേട്ടോ മച്ചാമാരെ. എന്ത് രസമുള്ള കാണാനായിട്ട്. മഞ്ഞും ആ ഒരു ചൂട്, രാവിലത്തെ സൂര്യൻ്റെ ഉദയവും കാര്യങ്ങളെല്ലാം. അതേ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് വഴികൾ കാണാൻ പറ്റും. ഇത് കണ്ടോ, എന്തേ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോരം ക്യാമറ ഇട്ടേ, നിങ്ങൾക്ക് എന്തോരം അവിടെ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. അതേ പോകുന്നതാണ് നമ്മുടെ കിടിലം വഴി. ഇവിടെ തന്നെ 3-4 അവർ തന്നെ പുതിയ വയർലെസ് സ്റ്റേഷൻ ദേ കാണുന്നതായിട്ട്. ഇവിടെ നിന്ന് ഇടിവെട്ടെന്ന് വെച്ചാൽ കൊടൂരമായി ഇടിവെട്ട്, ഭയങ്കര സീനായിട്ട് ഇടിവെട്ടുന്ന ഒരു സ്ഥലമാണ് ഗൈസ് സത്യം പറഞ്ഞാൽ ഈ കാണുന്നത്. ഈ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കണം മച്ചാന്മാരെ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് നമ്മുടെ വളർച്ചയിൽ ഓരോ വളർച്ചയിലും നമുക്ക് വേണ്ടതാണ്. മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ നമ്മുടെ യൂട്യൂബിലുണ്ട്. പകുതി യൂട്യൂബേഴ്സും ആ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നമ്മൾ അതിനകത്ത് ഒരു രൂപ പോലും നമ്മൾ കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ എന്ന് വെച്ചാൽ ചില നിമിഷങ്ങളൊക്കെ ആഗ്രഹിക്കും. പക്ഷേ നമ്മൾ അതിനകത്ത് കൂടുതലും നമ്മളൊരു എൻജോയ്മെൻറ്റിനും നമ്മളൊരു ഹാപ്പിനെസ്സിനും വേണ്ടി മാത്രമാണ്. നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് നാളത്തെ ഒരു തലമുറ നോക്കി കഴിയുമ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ, നമ്മുടെ മക്കളല്ലേ, നമ്മുടെ ആരെങ്കിലുമൊക്കെ നമ്മളിവിടെ നമ്മളെ തപ്പുമ്പോൾ നമ്മളൊന്ന് കിട്ടണം എവിടെയാണെങ്കിലും. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് മച്ചന്മാർ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുക. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏതായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മച്ചാന്മാരെ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. Flowing like sambar, mix some masala. Come on, sadya tayar. So chakalicar, bala chilarakan. Makan
ചോറ് തോരന് മോര് ബാറിന് ബാറിന് സദ്യ സാധനമുണ്ടോ കയ്യിൽ സാധ്യത കാണുന്നില്ല. So we back to the game ഇനി